നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ആലുവയിൽ മുൻ MP AM ആരിഫ് LDF സ്ഥാനാർത്ഥിയാകും. CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റാണ് ആരിഫിനെ ശുപാർശ ചെയ്തത്. തൃക്കാക്കരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇറക്കാനും തീരുമാനമുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്തിന് CPIMന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച കാര്യങ്ങളിലൊരു അന്തിമരൂപം ഉണ്ടാകാൻ പോകുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് യോഗം ചേരുകയാണ്. എന്താണ് ഈ ആലുവയിൽ AM ആരിഫിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ തൃക്കാക്കരയിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇറക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് ശ്രീജിത്ത് ലഭിക്കുന്ന വിവരങ്ങൾ? കോർപ്പറേഷൻ 9 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇനി ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു തീരുമാനമാകാനുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ 10 മണിക്ക് AKG സെൻട്രൽ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളൊന്ന് എറണാകുളം ജില്ലയിലെ ആലുവ തൃക്കാക്കര സീറ്റുകളാണ്. ആലുവ CPIM ഏറെ പ്രതീക്ഷ വെക്കുന്ന സീറ്റൊന്നുമല്ല. എന്നാൽ അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ അണിനിരത്താൻ ഉള്ള ശ്രമമാണ് CPIM നടത്തുന്നത്. ആ അന്വേഷണം ഒടുവിലെത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുൻ MLAയും MP-യുമായ AM ആരിഫിലാണ്. AM ആരിഫ് 3 തവണ അരൂരിനെ പ്രതികരിച്ച് MLA ആയിരുന്നു, 1 തവണ ആലപ്പുഴയുടെ MP ആയിരുന്നു. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് KC വേണുഗോപാലിനെ പരാജയപ്പെട്ടു. എന്നാൽ ആരിഫിന് ആലുവ മണ്ഡലത്തിൽ പരീക്ഷിക്കാൻ അൻവർ സാദത്താണ് UDF സ്ഥാനാർത്ഥി. അൻവർ സാദത്തിനെതിരെ AM ആരിഫിനെ പരീക്ഷിക്കാനുള്ള നീക്കമാണ് CPIM നടത്തുന്നത്. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായേക്കും. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റാണ് AM ആരിഫിന്റെ പേര് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള തീരുമാനം സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായേക്കും. തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ ഒരു പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. പൊതുസ്വതന്ത്രനായുള്ള അന്വേഷണം വളരെ ശക്തമായി നടക്കുന്നു. 3-4 പേരുകൾ CPIM നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി അവിടെ വരും എന്ന കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അങ്കമാലി സീറ്റ് ISJDയിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള തീരുമാനവും CPIM ഇന്ന് ഔദ്യോഗികമായി എടുക്കും. അവിടെ മുൻ MLA മുൻ പെരുമ്പാവൂർ MLA സാജു പോളിനെ മത്സരിപ്പിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. എറണാകുളം സീറ്റായിരുന്നു CPIM നേരത്തെ മത്സരിച്ച എറണാകുളം സീറ്റ് ISJDക്ക് വിട്ടുകൊടുക്കുകയും ISJD മത്സരിച്ചിരുന്ന അങ്കമാലി സീറ്റ് CPIM ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് അങ്കമാലിയിൽ സാജു പോളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലുള്ള തീരുമാനം ഉച്ചയോടുകൂടി സെക്രട്ടറി യോഗം കഴിയുന്നതോടുകൂടി അന്തിമമായി എത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ്, തയ്യാറെടുപ്പിലാണ് CPIM. ശ്രീജിത്ത്, ഇപ്പോൾ ഒരു വാർത്ത വരുന്ന അങ്കമാലിയിൽ സാജു പോൾ സ്ഥാനാർത്ഥിയാകും എന്നാണ്. പകരം എറണാകുളം സീറ്റ് ISJDക്ക് വിട്ടുകൊടുക്കുമെന്നും. അതാണ് ഞാനിപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞത്. അങ്കമാലി സീറ്റ് നേരത്തെ പഴയ ജനതാദൾ ഇപ്പോഴത്തെ ISJD മത്സരിച്ചിരുന്ന സീറ്റാണ്. ആ ISJDയുടെ അങ്കമാലി സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് CPIM മത്സരിച്ചിരുന്ന എറണാകുളം സീറ്റ് ISJDക്ക് കൊടുക്കും. അങ്ങനെയാണ് അങ്കമാലിയിൽ ഒരു CPIM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള കളമൊരുങ്ങുന്നത്. അവിടേക്ക് പെരുമ്പാവൂരിലെ മുൻ MLA ആയ, പെരുമ്പാവൂരിൽ നിന്ന് 2 തവണ MLA ആയി നിയമസഭാംഗമായി വിജയിച്ച മുതിർന്ന CPIM നേതാവ് സാജു പോളിനെയാണ് മത്സരിപ്പിക്കുന്നത്. അവിടെ സാമുദായികമായിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. കാരണം ജാക്കോബൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് സാജു പോൾ. അവിടെ റോജിയം ജോൺ കാത്തലിക് വിഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിനുള്ള കളമൊരുക്കുമ്പോൾ അവിടെ സാമുദായികമായ ഒരു പരിഗണനയിൽ സാജു പോളിന് നല്ല സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുന്നത്. എങ്കിലും UDFന്റെ ശക്തിദുർഗമായി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ് ആലുവയും അങ്കമാലിയും ഒക്കെ. എന്നാൽ പോലും അവിടെ മത്സരം കാഴ്ചവെക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാജു പോളിനെ അങ്കമാലിയിൽ ഇറക്കാൻ CPIM ആലോചിക്കുന്നത്. എറണാകുളം സീറ്റ് ISJD അഥവാ പഴയ ജനതാദൾ S-ന് വിട്ടുകൊടുക്കും. അവരവിടെ സാബു ജെർജൻ എന്ന നേതാവിനെയാണ് പരിഗണിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ISJDയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുമുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.